നമ്മുടെ ഇന്ത്യ മഹാരാജ്യം വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ഒരു മഹാരാജ്യമാണ് ഇന്ത്യ. അപ്പോൾ എല്ലാ സ്റ്റേറ്റുകളും അവരുടേതായ ഭാഷകൾ ഇന്ന് ഉണ്ട്, നിലവിലുണ്ട്. അത് പഠിക്കുകയും അത് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇപ്പോൾ BJP സർക്കാർ ഇങ്ങോട്ട് വന്നിട്ട് അവർ പറയുക, ഇനിയും ഇംഗ്ലീഷ് സംസാരിക്കരുത്, നമ്മളെല്ലാവരും ഹിന്ദി സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഇനിയും വേണ്ട, ഇന്ത്യയിൽ അതിനി ആരും പഠിക്കണ്ട, ഹിന്ദി മാത്രം പഠിച്ചാൽ മതി, ഹിന്ദി സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് അംഗീകരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കും. അപ്പോൾ ഈ BJP സർക്കാർ ഓരോന്ന് കൊണ്ടുവരുന്നത് ഇതെന്തിനുള്ള പുറപ്പാടാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ഇംഗ്ലീഷ് വേണ്ടെന്ന് പറയുന്നത് അത് നമ്മുടെ ഭാഷയല്ല, അത് ബ്രിട്ടീഷുകാരുടെ ഭാഷയാണ് ഇംഗ്ലീഷ്. നമ്മളതിന് ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ സംസാരിക്കേണ്ടതും പഠിക്കേണ്ടതും ഹിന്ദിയാണ് എന്നാണ് ഇപ്പോൾ അമിത് ഷാ പറഞ്ഞിരിക്കുന്നത്. ഇതിലൂടെ എങ്ങനെ നമ്മുടെ സ്റ്റേറ്റ്, ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങൾ പ്രതികരിക്കുമെന്നുള്ളത് വരും നാളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇനിയും ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് ഇപ്പം BJP വന്നിരിക്കുന്നത്. പലതും കൊണ്ടുവന്നത് ക്ലച്ച് പിടിക്കാതെ പോയി. ഇപ്പം അവസാനം വന്നിരിക്കുന്നത് ഇനിയും എല്ലാവരും ഹിന്ദി സംസാരിക്കണം, ഹിന്ദി പഠിക്കണം, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഭാഷ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുക. എനിക്കറിയാം, കർണാടകയിൽ, ഇവിടെ കന്നഡ ഭാഷയാണ്. കർണാടകയിൽ ഒരു സമയത്ത്, എൻ്റെ ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പേ, കടകളുടെ ബോർഡുകളും സ്ഥാപനങ്ങളുടെ ബോർഡുകളിലെല്ലാം ഇംഗ്ലീഷാണ് ആദ്യം എഴുതി വച്ചിരുന്നത്. പക്ഷെ ഒരു സമയത്ത് ഇനിയും ഇംഗ്ലീഷ് വേണ്ട എന്ന് പറഞ്ഞ് ഈ ബോർഡുകളെല്ലാം കരിവാരി തേച്ച്, അതായത് പെയിൻ്റ് അടിച്ച് മാറ്റി. അത് നേരിൽ ഞാൻ കണ്ടതാണ്, എനിക്കതറിയാം, വളരെ വ്യക്തമായിട്ടറിയാം. കർണാടകയിൽ ഒരു സമയത്ത് അങ്ങനെയായിരുന്നു. പക്ഷെ അത് ക്ലച്ച് പിടിച്ചു ഇല്ല. ഇന്നും പഠിക്കുന്നത്, കുട്ടികളെ പഠിപ്പിക്കാൻ വിടുന്നത്, പേരൻസ് വിടുന്നത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുണ്ട്. ഇന്നൊരു ഇല്ലായ്മയിൽ വളരുന്ന ഒരു കുടുംബമാണെങ്കിലും അവരുടെ കുട്ടികളെ ഇംഗ്ലീഷ് പഠിക്കാനായിട്ടാണ് വിടുന്നത്. കാര്യം ഹിന്ദി പഠിച്ചുകൊണ്ട് നമുക്കെങ്ങും പോകാനൊക്കത്തില്ല. നമ്മുടെ കുട്ടികൾ അവർ വിദ്യാസമ്പന്നരാണ്, അവർ ഇംഗ്ലീഷ് പഠിച്ച് വിദേശ രാജ്യങ്ങളിൽ പോയി നല്ല നല്ല ജോലികൾ ചെയ്ത് അവരവിടെ ജീവിക്കുന്നു. ഹിന്ദി പഠിച്ചുകൊണ്ട് പോയാൽ വല്ല രക്ഷയുണ്ട്? ഈ ഇന്ത്യയിൽ നിന്ന് വെളിയിൽ എവിടെയെങ്കിലും പോയി ഹിന്ദി സംസാരിച്ചുകൊണ്ട് വല്ല രക്ഷയും ഉണ്ടാവും? ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൊണ്ടുവന്ന് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക. അത് ബ്രിട്ടീഷുകാരുടെയാണ്, അതായത് സായിപ്പിൻ്റെയാണ് ഇംഗ്ലീഷ്, നമുക്കതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ BJP സർക്കാർ അല്ലെങ്കിൽ BJPയുടെ നേതാക്കന്മാർ എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഇറങ്ങുന്നത് എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. അപ്പം പല ഭാഷ സംസാരിക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം. അവരുടെ ഭാഷ വിട്ടിട്ട് ഹിന്ദി പഠിക്കണം, ഹിന്ദി സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ഇതാരെങ്കിലും അംഗീകരിക്കും? ഒരിക്കലും അംഗീകരിക്കത്തില്ല. അതുകൊണ്ട് BJP സർക്കാർ എന്തിൻ്റെ പുറപ്പാടാണെന്നുള്ളത് അവർക്ക് തന്നെ
അറിയത്തുമില്ല, എന്താണെന്നും അറിയത്തില്ല. അത് ഇനിയും വരുന്ന സമയങ്ങളിൽ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനുള്ള അവസരമുണ്ടാവും. അന്ന് നമുക്ക് പ്രതികരിക്കാം. ബൈ.